ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കേരളത്തിലെ മിക്ക മാധ്യമങ്ങളെയും ടെലിവിഷൻ ചാനലുകളെയൊക്കെ ഒരു ചെറുപ്പക്കാരൻ, ജെറിൻ എന്ന പേരുള്ള ചെറുപ്പക്കാരൻ നന്നായി പറ്റിച്ചു. അവൻ ഇന്ന് രാവിലെ മുതൽ ഒരു പഴയൊരു ദൃശ്യം എടുത്തിട്ട് കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് ഈ ജെറിൻ എല്ലാ ചാനലിലേക്കും ഞാൻ കടുവയെ മുഖാമുഖം കണ്ടു എന്ന് പറഞ്ഞ് നന്നായി ധരിപ്പിച്ചു. അപ്പോൾ ശരിക്കും വളരെ കൺവിൻസിങ് ആയിരുന്നു. അതുകൊണ്ട് എല്ലാ ചാനലുകളും 24 ഉൾപ്പെടെ അത് ക്യാരി ചെയ്തു. അവസാനമാണ് അറിയുന്നത് ഇത് പറ്റിച്ചതാണെന്ന്. അതിൽ അങ്ങനെ കടുവയും കണ്ടില്ല പഴയൊരു ദൃശ്യം എടുത്തിട്ട് ചാനലുകൾക്ക് അയക്കുകയായിരുന്നു. ഇതിൽ വനംവകുപ്പ് ഈ ജെറിൻ്റെ പേരിൽ കേസെടുത്തിരിക്കുന്നു. നമുക്ക് പറ്റിയ കേട്ടു. പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. എറണാകുളം തെങ്ങോട് സർക്കാർ സ്കൂളിലെ 10ാം ക്ലാസ്സുകാരുടെ ശരീരത്തിൽ നായ്ക്കുണക്കായ എറിഞ്ഞ സംഭവത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നു. 3 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു. ഒരു അധ്യാപികയെ സ്ഥലം മാറ്റി. അധ്യാപകരായ ശ്രീകാന്ത്, ജിഷ ജോസഫ്, ദീപ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 24 ഇമ്പാക്റ്റുമായി ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്യാംകുമാർ, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. പറയൂ വിവരങ്ങൾ. നമ്മൾ ഇടപെട്ട ഒരു വാർത്ത, ആ വാർത്തയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കൃത്യമായ നടപടി ഉണ്ടായിരിക്കുന്നു. ഒരു 10ാം ക്ലാസ്സുകാരി ഒരിക്കലും സ്കൂളിൽ വെച്ച് നേരിടാത്ത അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാണ് തെങ്ങോട് ഗവൺമെന്റ് സ്കൂളിൽ ആ 10ാം ക്ലാസ്സുകാരിക്ക് നേരിടേണ്ടി വന്നത്. ശരീരത്തിൽ നായ്ക്കുരണക്കായി എറിയപ്പെടുകയും പിന്നീട് അധ്യാപകരടക്കം ആ കുട്ടിയെ തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്ത സംഭവം. 15 ദിവസമാണ് ആ പെൺകുട്ടി ആശുപത്രിയിൽ കിടന്നത്. ഈ സംഭവത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണത്തിൽ നിലവിൽ ശ്രീകാന്ത്, ജിഷ, ദീപ എന്നീ അധ്യാപകരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഹണി ജെ അലക്സാണ്ടറാണ് സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ കേസിൽ രാജി എന്ന് പറയുന്ന അധ്യാപികയെ തിരുമാറാടി സ്കൂളിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിന് ഉത്തരവാദികളായ 2 വിദ്യാർത്ഥികളെ ആ സ്കൂളിൽ പരീക്ഷ എഴുതിക്കാതെ മറ്റൊരു സ്കൂളിലേക്ക് പരീക്ഷാ സെന്റർ മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ആ കുട്ടി സഹിച്ചതിന് പരിഹാരമായില്ല എങ്കിൽ കൂടിയും ആ തെറ്റിന് കൂട്ടുനിന്ന അധ്യാപകരും ആ തെറ്റ് ചെയ്ത വിദ്യാർത്ഥികളും ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നത്. നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സമയത്ത് അത് തെറ്റാണ് എന്നും ആ സംഭവത്തിൽ കുട്ടിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നും പറഞ്ഞ അധ്യാപകർക്കെതിരായിട്ടാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. അത് ആ കുട്ടിക്ക് മാനസിക പിന്തുണ നൽകാത്തതിനും ഈ സംഭവം മൂടിവെച്ചതിനുമാണ് ആ അധ്യാപകരെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആ കുറ്റകൃത്യം ചെയ്ത വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ പരീക്ഷാ സെന്റർ മാറ്റിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മറ്റു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, ഈ നായ്ക്കുരണക്കായ കൊണ്ട് വിതരണം ചെയ്തപ്പോൾ അതൊരു പെൺകുട്ടിയുടെ ദേഹത്താണ് ഇട്ടതെങ്കിൽ ആ പെൺകുട്ടി ഒരു മോഡലായിരുന്നു. ആ പെൺകുട്ടി വേണ്ടിയല്ല, വേറൊരാളോട് ചെയ്ത പ്രതികാരമാണ്. അവൾക്ക് ഇങ്ങനെ വരും എന്ന് നീ പറഞ്ഞേക്ക് എന്ന രീതിയിലാണ് ഈ നായ്ക്കുരണക്കായ അവിടെ കൊണ്ട് വിതറിയത്. എന്തായാലും ഇപ്പോൾ നടപടി വന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. മറ്റൊരു വാർത്തയിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതരുടെ വായ്പകൾ കേരള ബാങ്ക് എഴുതിത്തള്ളും. 3,85 ലക്ഷം രൂപയാണ് എഴുതിത്തള്ളുക. 207 വായ്പകളിലായിട്ടാണ് ഈ തുക വരുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത്. ഉമേഷ്, എന്തായാലും ആശ്വാസകരമായ ഒരു നടപടിയാണ് എന്ന് തോന്നുന്നു. വിവരങ്ങൾ പറയൂ. കേരള ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 12-ാം തീയതി തന്നെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ വായ്പകൾ എഴുതിത്തള്ളാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ആദ്യപടിയായി നേരത്തെ 6,36,000 രൂപ എഴുതിത്തള്ളിയിരുന്നു. ഇത് 2ാം പടിയാണ് 3,85,87,000 രൂപ എഴുതിത്തള്ളാൻ തീരുമാനിച്ചിരിക്കുന്നത്. 207 വായ്പകളിലൂടെയാണ് ഈ 3,85,87,000 രൂപ എഴുതിത്തള്ളുന്നത്. അതുകൂടാതെ ദുരിതബാധിതർക്ക് ആശ്വാസം നൽകുന്ന മറ്റൊരു തീരുമാനം കൂടി എടുത്തിരിക്കുന്നു. കൂടുതൽ വായ്പകൾ അനുവദിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. ഈ ദുരിതബാധിത മേഖലയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് കുടുംബശ്രീ വഴി 2 ലക്ഷം രൂപ വരെ, അത് വ്യക്തിഗത വായ്പ എന്ന രീതിയിലായിരിക്കും കൂടുതൽ അനുവദിക്കാൻ സാധ്യത. ഒപ്പം കൺസ്യൂമർ വായ്പ എന്ന രീതിയിലും അനുവദിക്കും. പരമാവധി 2 ലക്ഷം രൂപ വരെ ഒരു കുടുംബശ്രീകൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് അനുവദിക്കാനും തീരുമാനിച്ചു. എന്തായാലും ഇത് പ്രത്യേകിച്ച് 2 ശാഖകളാണ്, അതായത് ചൂരൽമല, മേപ്പാടി എന്നീ ശാഖകളിലുള്ളവർക്കാണ് ഈ ആനുകൂല്യം നിലവിൽ ലഭിക്കുന്നത്. ഇനി അടുത്ത ഘട്ടമായി കൂടുതൽ രേഖകൾ പരിശോധിച്ച് ആവശ്യമെങ്കിൽ കൂടുതൽ വായ്പകൾ എഴുതിത്തള്ളാനും കേരള ബാങ്കിന് ആലോചനയുണ്ട്. SKN. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്. CPIM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് ഔപചാരികമായ തുടക്കം. സമ്മേളന നഗരിയായ കൊല്ലം ആശ്രാം മൈതാനത്ത് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാൽ പതാക ഉയർത്തി. നവകേരള രേഖ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനാകും സമ്മേളനം നിയന്ത്രിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആശ്രാം മൈതാനത്ത് നിന്ന് ശ്രീജിത്ത് തത്സമയം ചേരുകയാണ്. ശ്രീജിത്ത്, എല്ലാ കാര്യങ്ങളും അതിൻ്റെ ചിട്ടയ്ക്ക്
മുറയ്ക്ക് നടക്കുന്നുണ്ടല്ലോ. വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN CPM സംസ്ഥാന സമ്മേളനത്തിന് ഔപചാരികമായ തുടക്കമായിരിക്കുകയാണ്. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വൈകുന്നേരം 6 മണിയോടെ ആശ്രാമം മൈതാനിയിൽ പതാക ഉയർത്തി. സംഘാടക സമിതി ചെയർമാനും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ മന്ത്രി KN ബാലഗോപാലാണ് പതാക ഉയർത്തിയത്. നാളെയാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. രാവിലെ 9 മണിക്ക് കൊല്ലം ടൗൺ ഹാളിൽ കോടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്ന നഗറിലാണ് ഇപ്പോൾ പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. പ്രതിനിധി സമ്മേളനം തുടക്കം കുറിച്ചുകൊണ്ട് പ്രതിനിധി സമ്മേളന നഗരിയിൽ മുതിർന്ന നേതാവ് AK ബാലൻ പതാക ഉയർത്തും. AK ബാലന് തന്നെ നേതൃത്വത്തിലുള്ള പ്രസിഡിയമായിരിക്കും സമ്മേളന നടപടികൾ നിയന്ത്രിക്കുക. ഇതോടൊപ്പം തന്നെ പ്രമേയത്തിന്റെ ചുമതല ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്കാണ്. നാളെ തന്നെ റിപ്പോർട്ട് അവതരണവും നവകേരള രേഖയുടെ അവതരണം ഉണ്ടാകും. ഉച്ചവരെ ഉദ്ഘാടന സെഷനാണ്. ഉച്ചയ്ക്ക് ശേഷം കഴിഞ്ഞ 3 വർഷക്കാലത്തെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തിട്ടുള്ള റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിക്കും. അതിനുശേഷമാണ് മുഖ്യമന്ത്രി നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖ അവതരിപ്പിക്കുന്നത്. അതായത് നവകേരള കാഴ്ചപ്പാട് സംബന്ധിച്ച രേഖ എറണാകുളത്ത് സമ്മേളനത്തിൽ അവതരിപ്പിച്ചിരുന്നു. അതിന്റെ പുരോഗതി, അത് എത്രമാത്രം ഫലപ്രദമായി നടപ്പിലാക്കി, അതിന്റെ വിശകലനങ്ങളും ഇനി എങ്ങോട്ടാണ് കേരളത്തെ നയിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളും അടങ്ങുന്നതായിരിക്കും ഈ രേഖ. ആ രേഖയിന്മേലുള്ള പ്രത്യേക ചർച്ചയ്ക്കായി ഒരു ദിവസം നീക്കിവച്ചിട്ടുണ്ട്. മറ്റന്നാളാണ് രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച. അതിനടുത്ത ദിവസമാണ് നവകേരള രേഖയിന്മേലുള്ള ചർച്ച നടക്കുന്നത്. ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി തന്നെ മറുപടി നൽകുമെന്നും ഇപ്പോൾ CPMന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ധാരണയായിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം ഇടക്കൊച്ചിയിൽ ഇടഞ്ഞ ആനയെ തളച്ചു. ഊട്ടോളി മഹാദേവൻ എന്ന ആനയെയാണ് 2 മണിക്കൂറിന് ശേഷം പണിപ്പെട്ട് തളച്ചത്. ശ്യാംകുമാർ ഇടക്കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഇത് വല്ലാത്ത അനുഭവമായി. കാരണം ഇടഞ്ഞ ആനയുടെ സമീപത്ത് നിന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു. നമ്മുടെ ദൃശ്യങ്ങൾ മനോഹരമായി നമ്മുടെ ക്യാമറമാൻ പകർത്തുകയും ചെയ്തു. പറയൂ, ഈ ആനയെ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്നതാണ്. പക്ഷെ എന്തായാലും ഇപ്പോൾ കാര്യങ്ങളെല്ലാം ശാന്തമായി, ആനയും ശാന്തമായി. SKN തീർച്ചയായും 2.5 മണിക്കൂർ നീണ്ട ഉദ്വേഗജനകമായ മുഹൂർത്തങ്ങൾക്കൊടുവിൽ ഏകദേശം ഒരു 7:15 ആന ശാന്തനായി. അതിനുശേഷം ആനയെ തളയ്ക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ആനയെ അതേ സ്ഥലത്ത് തന്നെ തളച്ചിരിക്കുകയാണ്. ഇനി വനംവകുപ്പിൻ്റെ ഡോക്ടർമാർ ഉൾപ്പെടെ അവിടെ എത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അവരെത്തി ആനയെ പരിശോധിക്കും. അതിനുശേഷം മാത്രമേ ആനയെ അവിടെ നിന്ന് മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും വൈകുന്നേരം 5 മണിയോട് കൂടിയിട്ടാണ് ഇടക്കൊച്ചി ജ്ഞാനോദയം ക്ഷേത്രത്തിൽ ആറാട്ടുത്സവത്തിന് എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്ന ആന ഇടയുന്നത്. പിന്നീട് ആന റോഡിലൂടെ ഓടുകയും ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തുകയും ചെയ്തു. അവിടെയാണ് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ആന ആ നാടിനെ ആകെ വിറപ്പിച്ചത്. അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ കുത്തി തകർത്തു, മറിച്ചിട്ടു. ഒരു 2 കാറുകളാണ് അടിച്ച് പൊളിച്ച് അവിടെ മതിൽ പൊളിച്ച് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിരുന്നത്. നിരവധി ബൈക്കുകൾ, ഏകദേശം 8-9 ബൈക്കുകളാണ് അവിടെ ആന ചവിട്ടിയും എടുത്ത് എറിഞ്ഞുമൊക്കെ തകർത്തത്. പിന്നീട് ആ പാപ്പാമാരെയൊക്കെ 4 വശത്തേക്കും ചിതറിച്ച് ഓടിക്കുകയായിരുന്നു. അവിടെ 2-2.5 മണിക്കൂർ ആനയെ നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. വൈകുന്നേരം ഇരുട്ടിയ ശേഷവും ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ ആന സ്വയം ശാന്തനായി അവിടെ നിന്ന സമയത്താണ് ആനയെ തളയ്ക്കാൻ കഴിഞ്ഞത്. അപ്പോഴാണ് ജില്ലാ ഭരണകൂടം ഇടപെടുകയും തൃശ്ശൂരിൽ നിന്ന് മയക്കോടി വെക്കാനായിട്ട് ആളുകൾ എത്തുമെന്ന് അറിയിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഇരുട്ട് വീണ സമയത്തും ആനയെ തളയ്ക്കാൻ കഴിയാതിരുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. ഏറ്റവും ഒടുവിൽ പോലീസ് ലാത്തി വീശുന്ന സാഹചര്യമുണ്ടായി. കാരണം ആന ഇടഞ്ഞതറിഞ്ഞ നിരവധി പേരാണ് ആ പ്രദേശത്തേക്ക് എത്തിയത്. ആ മതിലിന് ചുറ്റും ആളുകളുണ്ടായിരുന്നു. കുട്ടികളടക്കം ആ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനകത്തുണ്ടായിരുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ ശേഷമാണ് ആനയെ തളച്ചത്. ഏതായാലും തൃശ്ശൂരിൽ നിന്നും മയക്കോടിക്കാർ എത്തേണ്ട ഒരു പ്രശ്നം ഉണ്ടായില്ല. നിലവിൽ ആനയെ തളർച്ച ഇവിടെ തന്നെയുണ്ട്. അല്പസമയത്തിനകം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റും ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആനയെ പരിശോധിക്കും. ആനയ്ക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കും. വൈകുന്നേരം അതിൻ്റെ കാലുകളൊക്കെ ചങ്ങല കൊണ്ട് മുറിഞ്ഞിരുന്നു, ചോരയൊലിക്കുന്നത് കാണാമായിരുന്നു. ഏതായാലും ഉത്സവത്തിനെത്തിച്ച ആനയെ അവിടെ തന്നെ തളച്ചിരിക്കുകയാണ്. ഇനി പരിശോധനകൾക്ക് ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. SKN. ഓക്കെ, ഇടക്കൊച്ചിയിൽ ആന ഇടിഞ്ഞതിൻ്റെ റിപ്പോർട്ടാണ് ശ്യാം അവതരിപ്പിച്ചത്. 2 മണിക്കൂറിലധികം ഈ ആന വണ്ടികളൊക്കെ തല്ലിപ്പൊളിച്ചു. മാത്രമല്ല മതിലൊക്കെ പൊളിച്ചു. കുറേ അപകടങ്ങളുണ്ടാക്കി. എന്തായാലും ആ വാർത്ത വളരെ അതിവിപുലമായി തന്നെ നമ്മുടെ വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ജയൻ ബോസ് പറഞ്ഞ SKN അബദ്ധം പറ്റും അല്ലേ? തുറന്നു പറയാൻ അത് കാണിച്ച മനസ്സിനാണ് എൻ്റെ ലൈക്ക്. നമുക്ക് അബദ്ധം പറ്റിയാൽ എന്താ പറഞ്ഞാൽ തെറ്റുകൾ പറ്റുന്നത് സാധ്യതയുണ്ട്. ടെലിവിഷനിൽ തെറ്റ് പറ്റിയാൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ പരിഹരിക്കാൻ പറ്റണം, അല്ലെങ്കിൽ തുറന്നു പറയണം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു. ആ വാർത്തയിലേക്കാണ് ഞാൻ വരുന്നത്. മലപ്പുറം കരുവാരക്കുണ്ടിൽ ഒരു കടുവയെ നേരിട്ട് കണ്ടു എന്ന് കരുതിയാണ് ഒരു പഴയ ദൃശ്യം ഒരാൾ പ്രചരിപ്പിച്ചത്. അയാൾക്കെതിരെ ഇപ്പോൾ വനംവകുപ്പ് കേസെടുത്തിരിക്കുകയാണ്. യുവാവ് പറഞ്ഞത് കളവാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. മിക്ക ടെലിവിഷൻ ചാനലുകളും ഈ വാർത്ത സംപ്രേഷണം ചെയ്തു. കടുവയുടെ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് മനോഹരമാക്കിയായിട്ടാണ് ദൃശ്യമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഒരു ചെറുപ്പക്കാരൻ പറ്റിച്ചത്. ഈ കരുവാരക്കുണ്ടിലെ മണിക്കനാമ്പറവിൽ ജെറിനാണ് ഈ പറ്റിക്കാൻ
മിടുക്ക് കാണിച്ചത്. ഇയാൾക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സമീർ ബിൻ കരീം കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. സമീർ, എങ്ങനെയാണ് ഈ പഴയ ഒരു ദൃശ്യമെടുത്ത് എഡിറ്റ് ചെയ്ത് ഈ നമ്മളുൾപ്പെടെയുള്ള TV ചാനലുകളെ അയാൾ കൃത്യമായി പറ്റിച്ചു കളഞ്ഞത്? നിലവിൽ ഈ ജെറിൻ എന്ന് പറയുന്ന യുവാവ് വ്യാജമായ പ്രചാരണമാണ് നടത്തിയത് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ആദ്യം വനം വകുപ്പാണ് ഇക്കാര്യം കണ്ടെത്തുന്നത്. ജെറിൻ കരുവാരക്കുണ്ട് സ്വദേശിയാണ്. ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ ഒരു കടുവയുടെ ദൃശ്യങ്ങൾ, പഴയ ഒരു കടുവയുടെ ദൃശ്യം എടുത്തുകൊണ്ട് അത് പുതിയതാണെന്നും ഈ കരുവാരക്കുണ്ടിൽ താനാണ് ഈ കടുവയുടെ ദൃശ്യം പകർത്തിയതെന്നുള്ള പ്രചാരണം നടത്തിയത്. ഇത് മാധ്യമങ്ങൾക്കടക്കം ഈ യുവാവ് അയച്ചു തരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയായിരുന്നു. ഇതിലാണ് ഈ യുവാവ് പ്രചരിപ്പിച്ചത് വ്യാജമായ ദൃശ്യമാണെന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന് പിന്നാലെ കരുവാരക്കുണ്ട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കരുവാരക്കുണ്ട് പോലീസിനെ സമീപിക്കുകയായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ പരാതിയിലാണ് നിലവിൽ കരുവാരക്കുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ യുവാവിനെ നേരിട്ട് തന്നെ നോർത്ത് DFO ധനിക്-ലാൽ നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. ഈ ധനിക്-ലാലിനോട് ഇയാൾ വ്യാജമായ പ്രചാരണമാണ് നടത്തിയത് എന്ന് ഇയാൾ സമ്മതിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ വ്യാജ പ്രചാരണം നടത്തിയതിനാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മാധ്യമങ്ങൾക്കടക്കം ഇയാൾ ഈ ദൃശ്യങ്ങൾ അയച്ചു നൽകിക്കൊണ്ട് താനാണ് ഈ ദൃശ്യം പകർത്തിയതെന്നും കരുവാരക്കുണ്ടിലെ കടുവയാണ് ഇതെന്നും പറയുകയായിരുന്നു. അതിന് പിന്നാലെ മാധ്യമങ്ങൾ ഈ വാർത്ത നൽകുകയും ചെയ്തു. സാധാരണഗതിയിൽ ഈ സാധാരണ ജനങ്ങൾ നൽകുന്ന പകരം വാർത്തകൾ മാധ്യമങ്ങൾ നൽകാറുണ്ട്. അതിനു മുന്നേ ഒരു പരിശോധനയൊക്കെ തന്നെ നടത്തും. ഒരു കൃത്രിമമാണോ അല്ലയോ എന്നുള്ള പരിശോധന നടത്താറുണ്ട്. എന്നാൽ ഇത് കൃത്രിമമല്ല, മറിച്ച് ഒരു പഴയ ദൃശ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, പഴയ ദൃശ്യങ്ങൾ ബ്യൂട്ടിഫുള്ളായിട്ട് എഡിറ്റ് ചെയ്ത് വാർത്താ ചാനലുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് കുറേ നേരം അന്തരീക്ഷത്തിൽ നിർത്തി. മറ്റൊരു വാർത്തയിലേക്ക്. വയനാട് പുൽപ്പള്ളി കടുവ ഭീതിയിൽ. ടൗണിനടുത്ത് താഴെയങ്ങാടി സമീപം കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. ഈ പ്രദേശത്ത് ഇപ്പോൾ വനവകുപ്പ് നിരീക്ഷണം നടത്തുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം കടുവാപ്പേടിയിലായിരിക്കുകയാണ് പുൽപ്പള്ളി. പുൽപ്പള്ളിയുടെ നഗരഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത്, അതായത് ഇവിടെ, ബാബു എന്നയാളാണ് ആദ്യം ഇന്നലെ രാത്രി കടുവയെ കാണുന്നത്. ഇന്നലെ രാത്രി 9:30-ഓടെയാണ് പുൽപ്പള്ളി സ്വദേശി പ്രണവം ബാബു കടുവയെ കണ്ടത്. തുടർന്ന് വനം വകുപ്പിനെ വിവരമറിയിച്ചു. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. ഇന്ന് പുലർച്ചെയും ഈ മേഖലയിൽ തന്നെ വീണ്ടും കടുവയെ നാട്ടുകാർ കണ്ടു. ഇതോടെ ആധി ഏറുകയാണ്. ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച് ഞാൻ സാധാരണ വൈകുന്നേരങ്ങൾ നടക്കാറുള്ളത് പോലെ ഒരു 9:30 ആയപ്പം എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൂടി നടക്കാൻ ഇറങ്ങുന്ന സമയത്താണ് ഈ വീടിൻ്റെ മതിലിൻ്റെ തൊട്ടപ്പുറത്ത് നിന്നാണ് ഞാൻ പെട്ടെന്ന് ഒരു ചെറിയൊരു ശബ്ദം കേൾക്കാൻ ഇടവന്നത്. അപ്പോൾ ഞാൻ പക്ഷേ അത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടന്നു. അങ്ങനെ എൻ്റെ ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞ് ഇവിടും ഞാൻ ഈ ചെറിയൊരു ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്നൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് നേരെ എൻ്റെ വീടിൻ്റെ മുന്നിലുള്ള ചെറിയൊരു 10 അടി വഴിയുണ്ട്. ആ വഴീൻ്റെ റോഡ് ക്രോസ് ചെയ്ത് തൊട്ടപ്പുറം തന്നെ ഇലക്ട്രിസിറ്റി ഓഫീസിൻ്റെ ഗോഡൗൺ ഉണ്ട്. ആ ഗോഡൗണിൻ്റെ അങ്ങോട്ട് ഇത് പതുക്കെ നടന്നു പോകുന്നതാണ് എൻ്റെ ശ്രദ്ധയിൽ ഞാൻ ആദ്യം പെടുന്നത്. പ്രദേശത്തെ അമൃത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് ഇന്ന് അവധിയാക്കിയിരുന്നു. പുൽപ്പള്ളി നഗരത്തോട് ചേർന്ന് തന്നെയാണ് കടുവ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറയുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. പുൽപ്പള്ളിയിലെ അമരക്കുനിയിൽ കടുവയെ പിടികൂടിയിട്ട് അധികകാലം ആയിട്ടില്ല. ഇതിനിടയിലാണ് പ്രദേശത്ത് വീണ്ടും കടുവ സാന്നിധ്യം. കടുവയെ കണ്ടതോടെ ആശങ്കയിലാണ് പുൽപ്പള്ളി. വനം വകുപ്പിന്റെ നിരീക്ഷണമുണ്ട്. കടുവയെ പിടികൂടണമെന്നാണ് ഉയരുന്ന ആവശ്യം. വിജയൻ ചോദിക്കുന്നു, ഇതാണ് കാള പറ്റെന്ന് കേട്ടല്ല കയറെടുക്കരുതെന്ന് പറയുന്നത്. ചമി പോയല്ലേ? ചമിയതൊന്നുമില്ല. ഇതൊക്കെ സാധാരണ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെയുള്ള പ്രൈവറ്റ് പേഴ്സൺസ് എടുക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും നമ്മൾ ഇതേപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ വഴിയില്ലാത്തതുകൊണ്ട് അമളി പറ്റി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചമ്മിയോ എന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ പറ്റില്ല. പിന്നെ ഒരു ലേശം ഒരു അലോസരം അതുണ്ട്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ ലഹരിക്ക് അടിമപ്പെട്ട് ചികിത്സയ്ക്കെത്തുന്ന കുട്ടികളുടെ എണ്ണം കുത്തനെ കൂടുന്നുവെന്ന് വാർത്ത വരുന്നു. വിമുക്തിയിൽ കഴിഞ്ഞ കൊല്ലം 2880 കുട്ടികൾ ചികിത്സ തേടി. 2023 1982 കുട്ടികളും ചികിത്സയ്ക്ക് വന്നു. 2021 ശേഷം 6781 കുട്ടികളാണ് വിമുക്തിയിൽ ചികിത്സ തേടിയത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. പ്രൈം ടൈമിലേക്ക് സ്വാഗതം ഉമേഷ്, പറയൂ.
SKN ഈ ഞെട്ടിക്കുന്ന കണക്ക് ഒപ്പം ആശങ്കപ്പെടുത്തുന്ന കണക്കാണ് വിമുക്തിയിൽ ചികിത്സ തേടുന്ന 18 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളുടെ ഈ കണക്ക്. സാധാരണഗതിയിൽ കേസിൽ പ്രതികളാവുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം, പ്രത്യേകിച്ച് ലഹരി കേസുകളിൽ പ്രതികളാവുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറവാണ്. കാരണം ഏതെങ്കിലും രീതിയിൽ ലഹരികളുമായി മറ്റും വിദ്യാർത്ഥികൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എക്സൈസ് ഉദ്യോഗസ്ഥരാകട്ടെ പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ അവരെ ഉപദേശിച്ച്, അവരുടെ ഭാവി ഓർത്ത് അവരെ ഉപദേശിച്ച് വീട്ടുകാരെ ഏൽപ്പിച്ച് വിടുന്നതാണ് ഒരു സാധാരണ രീതി. പക്ഷേ 2021 ശേഷം 2018ലാണ് വിമുക്തി എന്ന രീതിയിൽ ഡി അഡിക്ഷൻ സെൻ്ററുകൾ എക്സൈസ് വകുപ്പ് തുടങ്ങുന്നത്. അത് 2021 ശേഷമാണ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ചികിത്സിച്ച് തുടങ്ങുന്നത്. ആദ്യം 2021 681 പേരാണ് സംസ്ഥാനത്ത് ആകെയുള്ള വിമുക്തി കേന്ദ്രങ്ങളിൽ ചികിത്സയ്ക്കെത്തിയത്. അത് 2022 ആയപ്പോൾ 1238 ഉയർന്നു. അതായത് നേരെ ഇരട്ടിയായി ഒരു വർഷം കൊണ്ട് ഉയർന്നു. 2023 ആകുമ്പോൾ അത് 1982 ഉയർന്നു. അത് ഈ കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബർ വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ 2880, അതായത് 2021 ശേഷം ഏകദേശം ഇരട്ടിയായി ഓരോ വർഷവും വിമുക്തിയിൽ ചികിത്സയ്ക്കെത്തുന്ന മയക്കുമരുന്നിന് അടിമയായ വിദ്യാർത്ഥികളുടെ എണ്ണം, അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എണ്ണം ഉയരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. 4 വർഷത്തിൽ 6781 വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ കുട്ടികളോ ആണ് ഈ രീതിയിൽ വിമുക്തി കേന്ദ്രങ്ങളിൽ ചികിത്സിച്ച് ഭേദമാക്കി തിരിച്ച് നിത്യജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിലേക്ക് കടന്നുപോയത്. നമ്മൾ എപ്പോഴും എക്സൈസിൻ്റെ പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് ഈ മയക്കുമരുന്നുകളും മറ്റും പിടിക്കുന്ന പ്രവർത്തനങ്ങളെ വിമർശിക്കപ്പെടുമ്പോഴും ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി വലിയൊരു രീതിയിൽ ഡി അഡിക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിപ്പിച്ച് നിരവധി പേരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും 6781 വിദ്യാർത്ഥികളെ സാധാരണ ജീവിതത്തിലേക്ക് വിമുക്തിയിൽ ചികിത്സിച്ച് അല്ലെങ്കിൽ കൗൺസിലിംഗ് നൽകി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എക്സൈസ് വകുപ്പിൻ്റെ ഒരു നേട്ടമാണ്. പക്ഷേ ഈ കണക്കുകൾ ഓരോ വർഷവും ഇരട്ടിയാകുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. ഓരോ വിദ്യാർത്ഥികളും നാളെയുടെ കേരളത്തിൻ്റെ ഭാവിയാണ്. ആ സാഹചര്യമാണ് ഓരോ വർഷം കഴിയുന്തോറും ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന, മയക്കുമരുന്നിന് അടിമയാകുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നത് എന്നുള്ളത്. എന്തായാലും ഇത് വിമുക്തി കേന്ദ്രങ്ങളിൽ മാത്രമുള്ള കണക്കാണ്. സാധാരണ ആശുപത്രികളിലും മറ്റ് പ്രൈവറ്റ് ആശുപത്രികളിലും എല്ലാം ചികിത്സ തേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി എടുത്താൽ അത് വളരെ വലുതാകും. SKN. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ജെയിംസ് ജോസഫ് പറയുന്നു ഇന്ത്യക്ക് 100% നികുതി ചുമത്തുമെന്ന് ട്രംപ് പറഞ്ഞതായി കേട്ടു. വല്ല വിവരമുണ്ടോ? ഒരുപാട് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല അതിനെക്കുറിച്ച്. പക്ഷേ 100% നികുതി ചുമത്താനുള്ള നീക്കമാണ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നതെന്ന് മാത്രം മനസ്സിലായിട്ടുണ്ട്. സുഹൃത്താണെന്ന് കരുതി ഇന്ത്യയെ വെറുതെ വിടാനൊന്നും അദ്ദേഹം തീരുമാനിച്ചിട്ടില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു. വരും നാളുകളിൽ വലിയ തീരുവ നമുക്ക് അനുഭവിക്കേണ്ടി വരും എന്നാണ് സൂചന. ഈ അമേരിക്കയുടെ വാണിജ്യ താല്പര്യം, ദേശീയ താല്പര്യം അത് സംരക്ഷിക്കാൻ മാത്രമാണ് ഇത്തവണ ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനമെന്ന് തോന്നുന്നു. കോന്നി മെഡിക്കൽ കോളേജിന് മുന്നിൽ ഇന്നും കാട്ടുപോത്ത് വന്നു. ഏറെ നേരം പരിഭ്രാന്തി പരത്തിയ കാട്ടുപോത്ത് കാട് കയറിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ 24 നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലൂടെയാണ് ഈ കാട്ടുപോത്ത് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈ കാട്ടുപോത്ത് കഴിഞ്ഞ ദിവസവും വന്നിരുന്നു. EV ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ. ജയശങ്കർ, ഈ കാട്ടുപോത്ത് തനിച്ച് കാട്ടിലേക്ക് മടങ്ങിപ്പോയതാണോ അതോ കാട് കയറ്റി വിട്ടതാണോ? ഈ കോന്നി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് സ്ഥിരം കാട്ടുപോത്ത് ഇറങ്ങുന്ന ഒരു സ്ഥലമായി ഏറെക്കുറെ മാറിയിട്ടുണ്ട്. ഇന്ന് 7 മണിയോട് കൂടിയാണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന കാട്ടുപോത്ത് അവിടെ എത്തിയത്. അത് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലും ഒപ്പം അതിന് മുന്നിലുള്ള റോഡിലൂടെയൊക്കെ ഏറെ നേരം സഞ്ചരിച്ചു. ചെറിയ പരിഭ്രാന്തിയൊക്കെ ആളുകൾ സൃഷ്ടിച്ചു. ഈ സ്വകാര്യ ബസ്സൊക്കെ ഈ കാട്ടുപോത്ത് വന്നതിനെ തുടർന്ന് അവിടെ നിർത്തിയിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ കാട്ടുപോത്തുകൾ ഇറങ്ങിയിരുന്നു. ഈ കാട്ടുപോത്ത് നിരന്തരം ഇറങ്ങുമ്പോഴും അതിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ വനംവകുപ്പിനാകുന്നില്ല എന്നൊരു ആക്ഷേപം ഈ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ ഉണ്ട്. എന്തായാലും നിരന്തരം കാട്ടുപോത്ത് ഇറങ്ങുന്നുണ്ടെങ്കിലും മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ സൃഷ്ടിച്ചില്ല. കാട്ടുപോത്ത് ഇറങ്ങി അവിടെ നിന്ന് പുല്ലും മറ്റും കഴിച്ച് തന്നെ കാട് കയറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ കോന്നി മെഡിക്കൽ കോളേജിൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വനത്തോട് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം ഇത്തരത്തിൽ വനത്തിനുള്ളിൽ പുല്ലും മറ്റും തീരുമ്പോൾ ഇത്തരം കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ള വന്യജീവികൾ നേരെ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. കാരണം ഇത് നിലവിൽ അപകടമൊന്നും ഉണ്ടാക്കിയില്ല എങ്കിൽ പോലും ഭാവിയിൽ ഇത്തരം മൃഗങ്ങൾ നിരന്തരം ഈ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ അത് വലിയ ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. എന്തായാലും ഇന്ന് ഇറങ്ങിയ കാട്ടുപോത്ത് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വിശാലമായി ഓടി പുല്ലൊക്കെ കഴിച്ച് തിരിച്ച് കാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് SKN നമ്മൾ കണ്ടത്. ഓക്കെ, താങ്ക് യു ജയശങ്കർ. എന്തായാലും കോന്നി മെഡിക്കൽ കോളേജിൽ കാട്ടുപോത്ത് ഇറങ്ങുന്നത് അത്ര അപൂർവ സംഭവം അല്ലാതായിരിക്കുന്നു. ചിലയിടങ്ങളിലൊക്കെ തന്നെ ഈ കാട്ടുപോത്ത് പരിഭ്രാന്തി പരത്തുന്നുണ്ട്. ഋഷാദ് പറയുന്നു കരുവാരക്കുണ്ട് കടുവ വാർത്ത 3 കൊല്ലം മുമ്പുള്ള വീഡിയോ ആണ്. അതെല്ലാ മാധ്യമങ്ങളും അത് മിക്കവാറും റിപ്പോർട്ട് ചെയ്തു. ചിലർ തിരുത്തി, നമ്മളും തിരുത്തി. കാര്യം നമുക്കത് അബദ്ധം പിടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരുത്താതിരുന്നിട്ട് കാര്യമില്ലല്ലോ.
മലപ്പുറം താനൂരിൽ പുത്തൻതെരുവിൽ വൻ സ്പിരിറ്റ് വേട്ട. ലോറിയിൽ കടത്തുകയായിരുന്ന 10,000-ഓളം ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. ലോറിയിൽ ഉണ്ടായിരുന്ന 2 പേരെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. നമ്മുടെ ജീവനക്കാർ 2 ദിവസമായിട്ട് ഇതിന്റെ പിറകിൽ തന്നെ ഉണ്ട്. ഇതിന്റെ മൂവ്മെന്റുകൾ കൃത്യമായിട്ട് നോക്കി, ലൊക്കേഷനൊക്കെ എടുത്ത് കൃത്യമായിട്ട് ഇത് ഏത് റൂട്ടിലാണ് പോകുന്നത് എന്ന് നമ്മൾ നോക്കിയാണ് ഈ ഒരു ക്യാച്ചിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഗോവയിൽ നിന്നും തൃശ്ശൂരേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മുടെ വണ്ടിയിൽ നമുക്ക് ഈ ലോഡിനോടൊപ്പം 2 പേരെ നമ്മൾ തൃശ്ശൂർക്കാരെ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്, ഡ്രൈവറും ക്ലീനറുമായിട്ടുള്ള. താനൂർ പുത്തൻതെരുവിലാണ് ഇത് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. സമീർ ബിൻകരിയും അവിടെ നിന്നും തത്സമയം ചേരുന്നു. സമീർ, വിവരങ്ങൾ. ഈ താനൂർ പുത്തൻതെരുവിലാണ് വലിയ സ്പിരിറ്റ് വേട്ട ഉണ്ടായിരിക്കുന്നത്. 10,000 ലിറ്ററോളം സ്പിരിറ്റാണ് എക്സൈസ് പിടികൂടിയിരിക്കുന്നത്. 300 കന്നാസുകളിലായി നിറച്ച രീതിയിലായിരുന്നു ഈ സ്പിരിറ്റ് ലോറിയിലൂടെ കടത്താൻ ശ്രമിച്ചത് എന്നതാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ഈ സ്പിരിറ്റിന് മുകളിലായി ഒരു പലക വെച്ചുകൊണ്ട് അതിന് മുകളിൽ മൈദയുടെ ചാക്ക് വെച്ച് മറച്ച രീതിയിലായിരുന്നു കടത്താൻ ശ്രമിച്ചത്. ഈ ഗോവയിൽ നിന്നും തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന സ്പിരിറ്റാണ് ഇത്തരത്തിൽ എക്സൈസ് പിടികൂടിയിരിക്കുന്നത്. തൃശ്ശൂർ ചാവക്കാട് വലപ്പാട് സ്വദേശികളായ സജീവ്, മനോജ് എന്നിവരെയാണ് നിലവിൽ എക്സൈസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരെ എക്സൈസ് വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് എക്സൈസിന് ഇത്തരം ഒരു സ്പിരിറ്റ് കടത്തിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് വളരെ കൃത്യമായി തന്നെ ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ഈ പുത്തൻതെരുവിൽ വെച്ച് ഈ എക്സൈസ് സംഘത്തിന് ഈ വലയിൽ ഇവർ പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ എക്സൈസ് പ്രതികളെ കസ്റ്റഡി എടുക്കുകയും വിശദമായി പരിശോധിക്കുകയുമായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കന്നാസുകളിലായി നിറച്ചിരിക്കുന്ന ഈ സ്പിരിറ്റ് നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടി ഇവിടെ താഴെ ഇറക്കി പരിശോധന നടത്തുന്നതാണ്. വലിയ സ്പിരിറ്റ് വേട്ട തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇനി ആർക്ക് വേണ്ടിയാണ് ഈ ഒരു സ്പിരിറ്റ് കടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ മാസമാണ് ഈ മലപ്പുറം ഈ കൊളപ്പുറത്ത് വെച്ച് 20,000-ഓളം ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് സമാനമായ രീതിയിൽ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ +2 ഫിസിക്സ് പരീക്ഷ ഭയങ്കര പാടായിരുന്നു എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഒട്ടുമിക്ക ചോദ്യങ്ങളും വന്നത്. നമ്മളെന്താ ചെയ്യുക? എന്തായാലും വാല്യൂഷൻ നടക്കുന്ന സമയത്ത് ഭയങ്കര പാടായിരുന്നെങ്കിൽ അവർ വളരെ അനുഭവപൂർവ്വം പരിഗണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. മീൻബാബു പറയുന്നത് സാധാരണ നില എപ്പോഴും ഫിസിക്സും മാത്സും ചോദ്യം പാടായിരിക്കുമെന്നാണ് പറയുന്നത്. മിനിബാബുവിൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും എൻട്രൻസ് എക്സാം എഴുതുന്ന കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഈ ചോദ്യങ്ങൾ ഇടുന്നതെന്നാണ്. ഭൈരവൻ പറയുന്നത് SKNEP-യുടെ ആത്മകഥ സത്യത്തിൽ ഇറങ്ങിയോ? ഇലക്ഷൻ ദിനത്തെ പോളിങ്ങിനെ ബാധിക്കുന്ന രീതിയിൽ നേരം എടുക്കുമ്പോൾ വലിയ IP24 കൊടുത്തല്ലേ, അതിൽ നമുക്ക് തെറ്റുപറ്റിയെന്ന് നമ്മൾ സമ്മതിച്ചില്ല. അങ്ങനെ ഒരു കാരണം DC ബുക്സിൽ നിന്ന് തന്നെ നമുക്ക് ഈ സാധനം കിട്ടിയതാണ്. നമ്മളത് പോലീസിനോടൊക്കെ പറയുകയും ചെയ്തു. നമ്മൾ ആ കേസിൽ പ്രതിയല്ല താനും. ഇനി ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. CPIM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കമായി. നവകേരള രേഖ നാളെ മുഖ്യമന്ത്രി അവതരിപ്പിക്കും. പ്രായപരിധിയിൽ സംസ്ഥാന ഘടകങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്ന് പ്രകാശ് കാരാട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആര് നയിക്കും എന്നത് ചർച്ച ചെയ്തിട്ടില്ലെന്ന് പ്രകാശ് കാരാട്ടിന്റെ വിശദീകരണം. തുടർഭരണം വേണമെങ്കിൽ ജനങ്ങളെ ക്ഷമയോടെ കേൾക്കണമെന്ന് MA ബേബി. പാലക്കാട് അട്ടപ്പാടിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന പിതാവിനെ മക്കൾ അടിച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് ഒസത്തിയൂർ ഉന്നതിയിലെ കൃഷ്ണൻ. മക്കളായ രാജേഷ്, രഞ്ജിത്ത് എന്നിവർ പോലീസ് കസ്റ്റഡിയിലാണ്. കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. തൊടുപുഴ സ്വദേശി നോബിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. എറണാകുളം ഇടക്കൊച്ചിയിൽ മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തിയ ആനയെ തളച്ചു. ഇടഞ്ഞത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ഊട്ടോളി മഹാദേവൻ. ക്ഷേത്ര പരിസരത്ത് നിരവധി വാഹനങ്ങൾ ആന തകർത്തു. ആനയെ പാപ്പന്മാർ തളച്ചത് 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. കണ്ണൂർ കരിക്കോട്ടക്കരയിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയാനയെ മയക്കുവെടിവെച്ച് പിടികൂടി. താടിയിലിന് പരിക്കേറ്റ ആന അവശ നിലയിലാണ്. ആനയ്ക്ക് പ്രാഥമിക ചികിത്സ കൊടുത്തു. ആറളത്തെ പരിപാലന കേന്ദ്രത്തിൽ ചികിത്സ നൽകും. തൃശ്ശൂരിൽ പരിക്കേറ്റ ഏഴാറ്റുമുഖം ഗണപതിയെ 2 ദിവസം കൂടി നിരീക്ഷിക്കാൻ ഡോക്ടറുടെ തീരുമാനം. മലപ്പുറം
കരുവാരക്കുണ്ടിലെ കടുവയുടെ ദൃശ്യം വ്യാജം, പഴയ വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ച യുവാവിനെതിരെ വനം വകുപ്പ് കേസെടുത്തു. കേരളത്തിലെ മിക്ക ടെലിവിഷൻ ചാനലുകളും ഈ വാർത്ത സംപ്രേഷണം ചെയ്തു. സംസ്ഥാനത്തെ റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കണമെന്ന് ഹൈക്കോടതി. റാഗിംഗ് തടയാൻ സംസ്ഥാന സർക്കാർ കർശന നടപടി സ്വീകരിക്കണം. ജില്ലാ തലത്തിൽ മോണിറ്ററിംഗ് സമിതികൾ രൂപീകരിക്കണം. കേസുകളിൽ UGCയെ കക്ഷി ചേർക്കണമെന്നും ആവശ്യം. നിർദ്ദേശങ്ങൾ: റാഗിംഗ് കേസുകൾ പരിഗണിക്കാനുള്ള പ്രത്യേക ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗിൽ റാഗിംഗ് നിയമം പരിഷ്കരിക്കാനുള്ള ഹർജിയിൽ കക്ഷി ചേരുമെന്ന് രമേശ് ചെന്നിത്തല. എറണാകുളം തെങ്ങോട് സർക്കാർ സ്കൂളിലെ 10ാം ക്ലാസ്സുകാരിക്ക് നേരെ നായ്ക്കുരണക്കായ എറിഞ്ഞ സംഭവത്തിൽ നടപടിയുണ്ടായി. 3 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു. ഒരു അധ്യാപികയെ സ്ഥലം മാറ്റി. സഹപാഠികളുടെ ക്രൂര വിനോദത്തിൽ ഗുരുതരാവസ്ഥയിലായ വിദ്യാർത്ഥിയുടെ ദാരുണാവസ്ഥ പുറത്തെത്തിച്ചത് 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നു. ചികിത്സയ്ക്കെത്തുന്ന കുട്ടികളുടെ എണ്ണം കുത്തനെ കൂടി. വിമുക്തിയിൽ കഴിഞ്ഞ കൊല്ലം മാത്രം ചികിത്സ തേടിയത് 2880 കുട്ടികൾ. വാളയാർ പെൺകുട്ടികളുടെ ദുരൂഹ മരണത്തിൽ അമ്മയെയും രണ്ടാനച്ഛനെയും 3 കേസുകളിൽ കൂടി പ്രതി ചേർത്ത CBI. ഇരുവർക്കുമെതിരായ കുറ്റപത്രങ്ങൾ പ്രത്യേക CBI കോടതി അംഗീകരിച്ചു. സമൻസ് അയക്കുന്നതിൽ തീരുമാനം ഈ മാസം 25-ാം തീയതി. വിവാദമായ 10ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉറവിടം ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ചോദ്യങ്ങൾ ചോർത്തിയ മലപ്പുറത്തെ അൺഎയ്ഡഡ് സ്കൂൾ പിയൂൺ അബ്ദുൽ നാസർ അറസ്റ്റിലായി. പ്രതിയുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ. പ്രതി നേരത്തെയും ചോദ്യപേപ്പർ ചോർത്തിയിട്ടുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് SP പറയുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ പിയൂൺ അബ്ദുൽ നാസറെ സസ്പെൻഡ് ചെയ്ത് മാദീൻ സ്കൂൾ. സ്റ്റാർട്ടപ്പ് രംഗത്ത് കേരളത്തിന് വൻ മുന്നേറ്റം എന്ന റിപ്പോർട്ട് പണം നൽകി ഉണ്ടാക്കിയതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. സ്റ്റാർട്ടപ്പ് ജിനോമിന് പണം നൽകിയിട്ടുണ്ടെന്ന് സർക്കാർ. കേരള സ്റ്റാർട്ടപ്പ് മിഷന് കമ്പനിയിൽ അംഗത്വമുണ്ടെന്നും വർഷാവർഷം ഫീസ് നൽകുന്നുണ്ടെന്നും നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിന് നിയമസഭയിൽ മുഖ്യമന്ത്രി മറുപടി നൽകി. പാലക്കാട് ഒറ്റപ്പാലം അർബൻ ബാങ്കിലെ മുക്കുപണ്ട പണയത്തട്ടിപ്പിൽ CPM മുൻ ലോക്കൽ സെക്രട്ടറിയും ഭാര്യയായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും പ്രതികളാണ്. CPM തീംകുറിശി മുൻ ലോക്കൽ സെക്രട്ടറി വാസുദേവൻ, ഭാര്യ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലക്ഷ്മി ദേവി, മകൻ വിവേക് എന്നിവരാണ് പ്രതികൾ. ഇവരുടെ ബന്ധുവും ബാങ്കിലെ ജീവനക്കാരനുമായ മോഹനകൃഷ്ണനാണ് മുക്കുപണ്ടം പണയം വെച്ചത്. FIR പകർപ്പ് 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ. SKN, ഗുഡ് ഈവനിങ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ മോഹനകൃഷ്ണൻ വർഷങ്ങളായ ബാങ്കിൽ ജോലി ചെയ്ത്, ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്കിൽ ജോലി ചെയ്ത് വരുന്ന ആളാണ്. മോഹനകൃഷ്ണൻ പത്തിരിപ്പാല ബ്രാഞ്ചിലാണ് ഇത്തരത്തിൽ മുക്കുപണ്ടം പണയം വെച്ചിരിക്കുന്നത്. ഈ പത്തിരിപ്പാല ബാങ്കിൽ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പരിശോധനയിൽ ബാങ്ക് മാനേജർ തന്നെയാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ അവിടെ അക്കൗണ്ടന്റിന്റെയും ക്ലർക്കിന്റെയും ജോലികളൊക്കെയാണ് മോഹനകൃഷ്ണൻ ചെയ്തു വരുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇത് പണ്ടമാണെന്ന് സംശയം തോന്നിയ ബാങ്ക് മാനേജർ ഭുവനേശ്വരി ഈ ഒരു പരിശോധനയുടെ ഭാഗമായി ആസിഡ് ഒഴിച്ചും അതുപോലെ തന്നെ ഉരച്ചുമൊക്കെ നോക്കി ഇത് സ്വർണ്ണമല്ലെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി കൂടുതൽ പരിശോധനകൾ നടക്കുകയായിരുന്നു. അങ്ങനെയാണ് മറ്റ് പൊതികൾ കൂടി പരിശോധിക്കുന്നത്. അങ്ങനെ മോഹനകൃഷ്ണൻ പണയം വെച്ച മറ്റ് പൊതികൾ കൂടി പരിശോധിച്ചപ്പോഴാണ് പിന്നീട് ഇത് പൂർണ്ണമായി എല്ലാ മുക്കുവണ്ടം മോഹനകൃഷ്ണൻ വെച്ചത് മുഴുവൻ മുക്കുവണ്ടമാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് CPMന്റെ തേങ്കുറിശ്ശിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും പ്രാദേശിക CITU നേതാവും ഒക്കെയായ ബാംബു വർക്കേഴ്സ് യൂണിയന്റെ നേതാവും ഒക്കെയായ വാസുദേവനാണ് ഈ കേസിലെ നാലാം പ്രതിയായി വരുന്നത്. വാസുദേവന്റെ മകൻ വിവേക് പ്രതിയാണ്. അതുകൂടാതെ ഭാര്യ ലക്ഷ്മി ദേവി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, തേങ്കുറിശ്ശിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്, കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്. അവരും ഈ കേസിലെ പ്രതികളാണ്. ഈ മോഹനകൃഷ്ണന്റെ സഹോദരിയാണ് ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവിയെയും പ്രതി ചേർത്തിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ പ്രതി ചേർത്തോടുകൂടി ഈ സംഘം പൂർണ്ണമായി മുങ്ങിയിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വാസുദേവനും കുടുംബവും ഇപ്പോൾ തേങ്കുറിശ്ശിയിൽ താമസമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വീടെല്ലാം ജപ്തി ചെയ്തതോടുകൂടി ആ പ്രദേശത്ത് താമസമില്ല എന്ന് അവിടുത്തെ പ്രാദേശിക
പ്രാദേശിക നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബാങ്കിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു സമ്മർദ്ദമുണ്ട്. 80 വർഷത്തോളം പഴക്കമുള്ള ബാങ്കാണ്. സ്വാഭാവികമായി അവരുടെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദം പോലീസിന്റെ മേലുണ്ട്. CPM ഭരിക്കുന്ന ബാങ്ക് തന്നെയാണ്. അവരുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് പോലീസ് പഴുതടച്ചൊരു അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ പ്രതികളെ എന്തായാലും ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. CPMന്റെ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമാണ് കേസിൽ പ്രതികളായി വരുന്നത് എന്നത് ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്. എന്തായാലും ബാങ്കിന്റെ മാനേജറുടെ ഇടപെടലാണ് 28 ലക്ഷം രൂപയുടെ വലിയൊരു തട്ടിപ്പ്. കൂടുതൽ ബ്രാഞ്ചുകളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാങ്കുകളിലൊക്കെ ഇത്തരത്തിൽ പണയം വെച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ സീസ് ചെയ്ത് പോലീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് ആ പരിശോധനയ്ക്കും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത മണിക്കൂറിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ അറസ്റ്റ് അടക്കമുള്ള മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഒറ്റപ്പാലം പോലീസ് ഇതിനകം തന്നെ അറിയിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. ആദിദേവ് നിവാസ് പറയുന്നു, നിങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളുടെ കമൻറ്റുകൾ മാത്രം സ്ഥിരമായി വായിക്കും. ഇതൊരു സെറ്റ് ഏർപ്പാടാണ്. ഒരിക്കലും അങ്ങനെ ഏർപ്പാടില്ല. കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകൾ പുതിയതും പഴയതും എല്ലാം മിക്സ് ചെയ്താണ് നമ്മൾ വായിക്കുക. ശശിഭരൻ്റെ SK കോടികൾ മുടക്കി ഉണ്ടാക്കിയ കോന്നി മെഡിക്കൽ കോളേജ് ദിവസം പോത്തു വന്നാൽ രോഗികൾ വരാതാകില്ലേ? അത് കഴിഞ്ഞ് പോത്ത് കഴിയുമ്പോൾ പിന്നെ കടുവയാവും. എന്തായാലും ഈ പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. നിർമ്മല രാജൻ പറഞ്ഞ അധ്യാപകരും കുറ്റക്കാരാണെന്ന് തെളിഞ്ഞല്ലോ. മറ്റേ ആ കുട്ടിക്ക് നായ്ക്കുരുണ കായ എറിഞ്ഞത് കാര്യത്തിലാണ് പറയുന്നത്. എന്തായാലും ആ കുട്ടി ഒരുപാട് അനുഭവിച്ചു എന്നുകൂടി നിർമ്മല പറയുന്നു. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടില്ലെന്ന് പ്രശസ്ത പിന്നണി ഗായിക കൽപ്പന രാഘവേന്ദർ പറയുന്നു. ഉറങ്ങാൻ കഴിയാത്തത് കൊണ്ട് ഉറക്കഗുളിക ധാരാളം കഴിച്ചു. 8 ഗുളികകൾ കഴിച്ചിട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് 10 ഗുളികകൾ കഴിച്ചു ഉറങ്ങിപ്പോയി. കൽപ്പന രാഘവേന്ദർ പോലീസിന് ഇങ്ങനെയാണ് മൊഴി നൽകിയത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. ശ്രീനാഥ്, യഥാർത്ഥത്തിൽ 2 ദിവസമായി ഈ മുറി അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇവർ ഉറക്കഗുളിക കഴിച്ച് മയങ്ങിക്കിടക്കുകയായിരുന്നു എന്നും അത് ആത്മഹത്യാ ശ്രമമാണോ എന്ന് സംശയമുണ്ടെന്നും പോലീസ് രാവിലെ പറയുകയുണ്ടായി. എന്താണ് ശരിക്കും സംഭവിച്ചത് ശ്രീനാഥ്? ഇപ്പോൾ ഗായികയ്ക്ക് ബോധം തിരികെ കിട്ടിയിട്ടുണ്ട്. അതേ തുടർന്നാണ് പോലീസ് അവരുടെ മൊഴി രേഖപ്പെടുത്തിയത്. ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ല എന്നതാണ് അവർ പറയുന്നത്. തനിക്ക് മകളുമായി കഴിഞ്ഞ ദിവസം, അതായത് മാർച്ച് 3-ാം തീയതി തിങ്കളാഴ്ച തനിക്ക് മകളുമായി ചില കാര്യങ്ങളിൽ തർക്കിക്കേണ്ടി വന്നു. മകളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ തർക്കം. അവർക്ക് ഹൈദരാബാദിന് പുറത്ത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് താൻ എതിർക്കുകയും അതേ തുടർന്നുണ്ടായ ഒരു തർക്കമുണ്ടായി. അതിനുശേഷം പിന്നീട് 4-ാം തീയതി, അതായത് ഇന്നലെ, അവർ എറണാകുളത്ത് നിന്ന് ഹൈദരാബാദിലേക്ക് എത്തി. അവിടെ വീട്ടിലെത്തിയതിനു ശേഷം അവർക്ക് രാത്രി ഉറങ്ങാൻ സാധിച്ചില്ല. പിന്നീട് ഉറക്ക ഗുളികകൾ 8 എണ്ണം ആദ്യം കഴിച്ചു നോക്കി. എന്നിട്ടും ഉറക്കം വരാതെ ഇരുന്നതോടെ വീണ്ടും ഒരു 10 എണ്ണം കൂടി കഴിക്കുകയായിരുന്നു. മരിക്കണമെന്നുള്ള ഉദ്ദേശമായിരുന്നില്ല, ഉറക്കം കിട്ടാത്തത് കൊണ്ട് അതിനുള്ള ശ്രമമായിരുന്നു എന്നതാണ് കൽപ്പന പറയുന്നത്. പിന്നീട് അവർക്ക് ബോധമില്ലാതെയായി. ഭർത്താവ് പ്രസാദ് അദ്ദേഹം ഈ സമയം ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ നിന്ന് ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടി. അടുത്തുള്ള വീട്ടുകാരെ വിവരം അറിയിക്കുകയും അവർ വാതിൽ തുറക്കാൻ ശ്രമിക്കുകയും പിന്നീട് പോലീസിനെ വിവരം അറിയിച്ച് ഇവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. തുടക്കത്തിൽ വെന്റിലേറ്ററിന്റെ സഹായം ഇവർക്ക് ആവശ്യമുണ്ടായിരുന്നു. ഗുരുതരാവസ്ഥയിലായിരുന്നു ഗായിക ഉണ്ടായിരുന്നത്. പിന്നീട് ബോധം തിരിച്ചു കിട്ടി. മകളും ഇതേ സംബന്ധിച്ച് വൈകിട്ടോടെ ഒരു പ്രതികരണം നടത്തിയിരുന്നു. ആത്മഹത്യക്ക് ശ്രമിച്ചതല്ല, ഉറക്ക ഗുളിക കുടിച്ചതാണ് എന്ന ഗായികയുടെ അതേ വാദം തന്നെയാണ് അവരും ഈ രീതിയിൽ തന്നെ മകളും നേരത്തെ പറയുകയും ചെയ്തു. ഏതായാലും ഇപ്പോഴും ചികിത്സയിൽ തന്നെയാണ്, ആശുപത്രിയിലാണ്. ഏതായാലും വെന്റിലേറ്ററിന്റെ സഹായം തൽക്കാലത്തേക്ക് ഒഴിവാക്കിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. താങ്ക് യു. ഈ കൽപ്പനയുടെ മകൾ ദയാപ്രസാദും ഈ കാര്യത്തിലൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അമ്മയുടേത് ആത്മഹത്യാ ശ്രമമല്ലെന്നാണ് അവർ പറയുന്നത്. ഉറക്കക്കുറവിനെ തുടർന്ന് ഡോക്ടർ നിർദ്ദേശപ്രകാരമാണ് അമ്മ ഗുളികകൾ കഴിച്ചത്. അത് അല്പം ഓവർഡോസ് ആയി പോയത് കൊണ്ടാണ് കൂടുതൽ സംഭവം ഉണ്ടായത് എന്നാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും മകൾ പറയുന്നു. UAEയിൽ വധശിക്ഷയ്ക്കിരയായ ഷഹസാദി ഖാന്റെ പിതാവ് ഷബീർ ഖാൻ 24നോട് തനിക്ക് നീതി ലഭിക്കണമെന്നാണ് ഷബീർ ഖാൻ പറയുന്നത്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം, കേസ് CBI അന്വേഷിക്കണമെന്നും ഷബീർ ഖാൻ പറഞ്ഞു. 24 ബ്രേക്കിംഗുമായി നമുക്കൊപ്പം വിനീത ചേരും. ആദ്യം നമുക്ക് ഈ പിതാവിൻ്റെ അഭിപ്രായത്തിലേക്ക് പോകാം. मैडम को मुझे CBI जांच चाहिए कि उसमें सच्चाई मालूम चल जाएगी ना कि कौन गुनहगार कौन नहीं है और क्यों कैसे मतलब क्यों फंसाया मेरी लड़की को. हाँ, CBI पर विश्वास है मुझे, बिल्कुल भाई. वो अगर नहीं है तो फिर कुछ नहीं है देश में. फिर वो एक CBI है कि वाकई में वो अच्छा काम करती है, सच्चाई का काम करती है. വിനീത ബേജി ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. വിനീത, പ്രൈം ടൈമിലേക്ക് താങ്കൾക്കും സ്വാഗതം. പറയൂ വിനീത. SK 2021 ഉത്തർപ്രദേശ് സ്വദേശിനിയായ ഈ ഷഹസാദി ഖാൻ അവർ
അബുദാബിയിലേക്ക് ജോലിക്ക് പോകുന്നത്. അവിടെ എത്തി അവർ ഒരു ദമ്പതികളുടെ കുഞ്ഞിനെ പരിചരിച്ചു വരികയായിരുന്നു. ഇതിനിടയിൽ ഈ കുഞ്ഞിന് ഒരു വാക്സിൻ നൽകുകയും ആ കുഞ്ഞ് മരണപ്പെടുകയും ചെയ്തിരുന്നു. ഈ കുഞ്ഞിനെ പരിചരിച്ചിരുന്നത് ഷഹ്സാദി ഖാൻ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ഈ മരണ കാരണമെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവർക്കെതിരെ കേസ് കൊടുക്കുകയും പിന്നീട് ഇതിന്റെ നടപടികളൊക്കെ തന്നെ തുടർന്ന് വരികയുമായിരുന്നു. ഇതിനിടയിൽ ഇവർക്ക് അവിടുത്തെ നിയമം അനുസരിച്ച്, അബുദാബിയിലെ നിയമം അനുസരിച്ച് ഇവർക്ക് വധശിക്ഷ വിധിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഇവരുടെ പിതാവായ ഷബീർ ഖാന്റെ ഒരു പ്രതികരണം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ മാർച്ച് 3-നാണ് ഈ വധശിക്ഷ വിധിച്ചു എന്നുള്ള കാര്യം, അവരെ വധശിക്ഷയ്ക്ക് ഇരയായി എന്നുള്ള കാര്യം അവരുടെ കുടുംബം അറിയുന്നത്. 15-നാണ് ഈ വധശിക്ഷ നടപ്പാക്കിയത്. പക്ഷേ 3-നാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നതെന്നാണ് ഈ ഷബീർ ഖാൻ പറയുന്നത്. ഇതിൽ സത്യം പുറത്തു വരണമെന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം തന്നെ CBI ഇത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തണമെന്നും ഇവരുടെ കുടുംബം, ഷഹ്സാദി ഖാന്റെ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഷബീർ ഖാൻ പറയുന്ന പ്രധാന ഒരു കാര്യമെന്ന് പറയുന്നത് ഇവരെ ഈ അബുദാബിയിലേക്ക് എത്തിച്ച ആൾക്കെതിരെയും നടപടി വേണം എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇവരുടെ പാസ്പോർട്ട്, ഇവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അവിടുത്തെ എംബസിയുടെ പക്കലാണുള്ളത്. ഈ സാധനങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് തിരികെ ലഭിക്കണമെന്ന്, പാസ്പോർട്ട് അടക്കം ഞങ്ങൾക്ക് തിരികെ ലഭിക്കണമെന്നും ഷബീർ ഖാൻ പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് ഇയാളുമായി സംസാരിച്ചപ്പോൾ ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ ഷഹ്സാദി ഖാന്റെ സഹോദരന്റെ വിവാഹമാണ്. അതുമായി ബന്ധപ്പെട്ടവർ നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ സംഭവങ്ങളും ഈ കേസും ഒക്കെ ഉണ്ടാവുകയും പിന്നീട് ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. എന്താണെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഇതിൽ CBIയുടെ ഒരു അന്വേഷണം വേണമെന്ന് കൂടി അവരുടെ പിതാവ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. SK. താങ്ക് യു വിനീത. പ്രദീപ് കുമാർ ഉൾപ്പെടെ പല ആൾക്കാരും എഴുതുന്നു, ഇന്നത്തെ +2 പരീക്ഷൻ്റെ ഫിസിക്സ് വലിയ പാടായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ നമുക്ക് പിന്നീട് പരീക്ഷ പേപ്പർ നോക്കുമ്പോൾ ഒരു ചെറിയ അനുഭാവപൂർവ്വ പരിഗണന ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതിരപ്പള്ളിയിലെ കാട്ടാന ഏഴാറ്റുമുഖം ഗണപതിയുടെ കാലിൽ പരിക്കേറ്റു. ആനയുടെ പരിക്ക് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ 24-ന്. ആനയ്ക്ക് തുടർ ചികിത്സ വേണമെന്ന് വാഴച്ചാൽ DFOയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആനത്താരയിലെ കുപ്പിച്ചില്ലുകളും അതുപോലെ മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ വെറ്റിലപ്പാറയിൽ നാളെ വാഴച്ചാൽ DFOയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഡ്രൈവും ഉണ്ടാകുമെന്നറിയുന്നു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. പറയൂ സൂരജ്. ഈ മാസം 2-ാം തീയതിയാണ് ഈ ഏഴാറ്റുമുഖം ഗണപതിക്ക് പരുക്കേറ്റു എന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ നമ്മുടെ മോർണിംഗ് ഷോയിലൂടെ പുറത്തുവിടുന്നത്. പിന്നീട് ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തി. ഇന്ന് 3 വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഈ ആനയെ മണിക്കൂറുകൾ നീണ്ട ശ്രമം, അതായത് മണിക്കൂറുകളെടുത്താണ് ഈ ആനയെ നിരീക്ഷിച്ചത്. അതിനൊടുവിലാണ് ആനയുടെ മുൻവശത്തെ വലതുകാലിന് പരിക്കേറ്റിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക്, അല്ലെങ്കിൽ പരിക്കേറ്റു എന്ന സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ വനംവകുപ്പ് എത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ആനയ്ക്ക് പരിക്കേറ്റു എന്ന് കാണിച്ചുകൊണ്ട് വാഴച്ചാൽ DFO R ലക്ഷ്മി ഇപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് റിപ്പോർട്ട് തന്നെ നൽകിയിരിക്കുകയാണ്. ആനയ്ക്ക് തുടർ ചികിത്സ വേണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് ഏത് തരത്തിലുള്ള ചികിത്സയാണ് ഇനി നൽകേണ്ടത് സംബന്ധിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഒരു തീരുമാനം പറയേണ്ടത്. അങ്ങനെയെങ്കിൽ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സിക്കേണ്ടതുണ്ടോ എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ സർക്കാരിൽ നിന്നാണ് ഇനിയൊരു തീരുമാനം ഉണ്ടാകേണ്ടതുള്ളത്. എന്തായാലും 24 പുറത്തുവിട്ട ദൃശ്യത്തെ അടിസ്ഥാനപ്പെടുത്തി വനംവകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ആനയ്ക്ക് പരിക്കുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ആനയ്ക്ക് ചികിത്സ വേണമെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിനിടെയാണ് ആനയുടെ പുതിയ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചത്. ഇന്ന് വെറ്റിലപ്പാറ 14-ലാണ് ആന എത്തിയത്. ഈ വനംവകുപ്പ് ഈ നിരീക്ഷണമെല്ലാം പൂർത്തിയാക്കി ആന ഈ ചാലക്കുടി പുഴ കടന്ന് വെറ്റിലപ്പാറയിലെ ജനവാസ മേഖലയ്ക്ക് അരികിലെത്തുന്ന ദൃശ്യമാണ്. ആനയുടെ ഈ കാലിലെ മുറിവടക്കം വെളിവാക്കുന്ന ദൃശ്യങ്ങളും ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഒരു ഡ്രൈവിലേക്ക് കൂടി, അതായത് സ്വാഗതം ചെയ്യാവുന്ന ഒരു നടപടിയിലേക്ക് കൂടി വനംവകുപ്പ് കടന്നിരിക്കുന്നത്. അതായത് ഈ ആനത്താരയിൽ പലപ്പോഴും വിനോദസഞ്ചാരികൾ കുപ്പികളടക്കം വലിച്ചെറിയാറുണ്ട്. അങ്ങനെ ഈ കുപ്പിച്ചില്ലുകൾ ആനയുടെ കാലിൽ തറക്കുന്നു എന്നൊരു പരാതി നേരത്തെ വനംവകുപ്പിന് ലഭിച്ചതാണ്. ഇപ്പോൾ ഈ ഏഴാറ്റുമുഖം ഗണപതിയുടെ ദുരവസ്ഥ കൂടി മുൻനിർത്തിക്കൊണ്ട് ഈ ആനത്താരയിലെ കുപ്പിച്ചില്ലടക്കം നീക്കം ചെയ്യുക, അവിടുത്തെ മാലിന്യമടക്കം നീക്കം ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ഡ്രൈവിലേക്ക് കൂടി നാളെ വനംവകുപ്പ് കടക്കുകയാണ്. വാഴച്ചാൽ DFOയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്പെഷ്യൽ ഡ്രൈവിൽ സന്നദ്ധ പ്രവർത്തകരടക്കം പങ്കാളികളാകുകയും ചെയ്യും. ഓക്കെ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ കരിക്കോട്ടക്കരിയിൽ ജനവാസ മേഖലയിലെത്തിയ കുട്ടിയാനയെ മയക്കുവെടി വെച്ച പിടികൂടി. താടിയലിന് ഗുരുതരമായി പരിക്കേറ്റ ആനയെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വളയഞ്ചാൽ RRT കേന്ദ്രത്തിലേക്ക് മാറ്റി. തുടർ ചികിത്സ ആവശ്യമാണെങ്കിൽ വയനാട്ടിലേക്ക് ആനയെ മാറ്റും. ആറളം ഫാമിൽ നിന്ന് കൂട്ടം തെറ്റിയ കാട്ടാന ഇന്നലെ രാത്രി ആദ്യം എത്തിയത് കീഴ്പള്ളിയിൽ. 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അവിടെ നിന്ന് തുരത്തി. എന്നാൽ രാവിലെ 6 മണിയോടെ
കരിക്കോട്ടക്കരി ടൗണിലെത്തി. തുരത്താൻ ശ്രമിച്ചെങ്കിലും ആന ജനവാസ മേഖലയിൽ തന്നെ തമ്പടിച്ചു. പൊട്ടിയടർന്ന താടിയലുമായി ഭക്ഷണവും വെള്ളവുമില്ലാതെ വേദന കടിച്ചമർത്തിയായിരുന്നു കുട്ടിയാനയുടെ നിൽപ്പ്. അപ്പോൾ ആനയെ പരിശോധിച്ചു. രാവിലെ മുതൽ നമ്മൾ നിരീക്ഷണത്തിലായിരുന്നു. ആനയുടെ താടിയെല്ല്, കീഴ്ത്താടിയെല്ല് പൂർണ്ണമായും പൊട്ടിയിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആന വളരെ ഗുരുതരമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. ഉച്ചയോടെ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ വനംവകുപ്പ് തീരുമാനിച്ചു. വയനാട്ടിൽ നിന്ന് വൈകിട്ട് 5 മണിയോടെ ഡോക്ടർ അജീഷ് മോഹൻദാസ് ഉൾപ്പെടെയുള്ള സംഘം കരിക്കോട്ടക്കരിയിലെത്തി. വൈകാതെ മയക്കുവെടി വെച്ചു. പതിനഞ്ച് മിനിറ്റിന് ശേഷം ആന മയങ്ങി തുടങ്ങി. ലോറിയിലേക്ക് കയറ്റുമ്പോൾ പൂർണ്ണമായി വീണു. ജനവാസ മേഖലയിൽ 12 മണിക്കൂറോളം തമ്പടിച്ച കാട്ടാനയെ കൊണ്ടുപോയതോടെ നാട്ടുകാർക്കും ആശ്വാസമായി. ഒരു പേടിയുണ്ടായിരുന്നു. ആനയെ ആദ്യമായിട്ട് കാണുന്നതാ കാട്ടാനെ. സമാധാനമായി. ആന രക്ഷപ്പെടുന്ന കാര്യം വളരെ സംശയം. അത് വളരെ സീരിയസ് ആണ്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്ഥിതിയിലാണ് ഉള്ളത്. മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കണ്ണൂർ. പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. പവിത്രൻ പാതിരപ്പറ്റ പറയുന്നു, ഇന്ന് ആനകളുടെ ആറാട്ടായിരുന്നല്ലോ. ശരിക്കും ആനകൾ നമ്മൾ 3 ബോക്സിലൊക്കെ കൊടുക്കേണ്ടി വന്നു. കാരണം ഏഴാറ്റുമുഖം ഗണപതിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ കണ്ണൂരിലെ ആനയുടെ പ്രശ്നം, ഇടക്കൊച്ചിയിലെ ഇടഞ്ഞ ആനയുടെ പ്രശ്നം. അങ്ങനെ ആനയുടെ വൈകുന്നേരമായിരുന്നു ഇന്ന്. വാളയാർ പീഡന കേസിൽ പെൺകുട്ടികളുടെ അമ്മയും രണ്ടാനച്ഛനെയും കൂടുതൽ കേസുകളിൽ CBI പ്രതികളാക്കി. പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിൽ അമ്മയ്ക്കും പങ്കുണ്ടെന്നാണ് CBI കണ്ടെത്തൽ. CBI സമർപ്പിച്ച കുറ്റപത്രങ്ങൾ കൊച്ചിയിലെ പ്രത്യേക CBI കോടതി അംഗീകരിച്ചു. വിചാരണയ്ക്ക് മുന്നോടിയായി കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ കേസിന്റെ പ്രാരംഭവാദം ഇന്ന് ആരംഭിച്ചു. ഇതിനിടയിലാണ് അമ്മയെയും രണ്ടാനച്ഛനെയും 3 കേസുകളിൽ കൂടി പ്രതി ചേർത്ത് CBI സമർപ്പിച്ച കുറ്റപത്രങ്ങൾ കോടതി അംഗീകരിച്ചത്. അമ്മയ്ക്കും അച്ഛനും സമൻസ് അയക്കണോ എന്നതിൽ ഈ മാസം 25-ന് തീരുമാനമെടുക്കും. വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിൽ അമ്മയ്ക്കും പങ്കുണ്ടെന്നാണ് CBI കണ്ടെത്തൽ. ആകെയുള്ള 9 കേസുകളിൽ 6 അമ്മയെയും അച്ഛനെയും പ്രതി ചേർത്തതായി CBI കോടതി അറിയിച്ചു. 3 കേസുകളിൽ പ്രതി ചേർക്കാനുള്ള നടപടികൾ തുടരുകയാണ്. മക്കളുടെ മുന്നിൽ വെച്ച് 1-ാം പ്രതി അമ്മയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടെന്നും ഇളയ കുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് അമ്മയുടെ അറിവോടെയാണെന്നും കൊച്ചി CBI കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. സംസ്ഥാന പോലീസ് അന്വേഷണത്തിനെതിരെ കുട്ടിയുടെ അമ്മ നൽകിയ ഹർജിയിൽ അന്വേഷണമേറ്റെടുത്ത CBI അമ്മയെ 2-ാം പ്രതിയും അച്ഛനെ 3-ാം പ്രതിയുമാക്കിയാണ് കുറ്റപത്രം നൽകിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ വിവിധ വകുപ്പുകളും ചുമത്തി. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. ഇപ്പോൾ സമീർ ബിൻ ഖരീം ഒരു വാർത്ത അറിയിക്കുന്നു. മലപ്പുറം മഞ്ചേരിയിൽ തൃക്കലങ്ങോട് ആടുകളെ കൊന്ന പുലി കൂട്ടിലായി. 7 വളർത്തു ആടുകളെ പുലി കടിച്ചു കൊന്നിരുന്നു. ആക്രമണം നടത്തിയത് പുലിയാണെന്ന് പിന്നീട് സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ ഈ പുലിയാണ് കൂട്ടിലായത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കുതിരാടം സ്വദേശി NG കരീമിൻ്റെ ആടുകളെയാണ് ഈ പുലി കടിച്ചു കൊന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, ഇതിൻ്റെ വിശദാംശങ്ങൾ പെട്ടെന്ന്. ഇന്ന് രാവിലെയാണ് ഈ തൃക്കലങ്ങോട് ആടുകളെ കടിച്ചു കൊന്ന നിലയിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ പുലിയാണ് ഈ ആക്രമിച്ചതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. പുലിയെ പിടികൂടാനായി കൂട് വനംവകുപ്പ് ഉച്ചയോടുകൂടി സ്ഥാപിക്കുകയും ചെയ്തു. ആ കൂട്ടിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയിരിക്കുന്നത്. അല്പസമയം മുൻപാണ് പുലി കുടുങ്ങിയത് എന്നുള്ളതാണ് നിലവിൽ വനംവകുപ്പ് നമുക്ക് നൽകുന്ന വിവരം. ഈ അക്രമകാരിയായ പുലി തന്നെയാണ് ഇത് എന്നുള്ളതാണ് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ രാത്രിയിലാണ് ഈ കരീം എന്ന് പറയുന്നയാളുടെ 7ഓളം ആടുകളെ ഈ പുലി കടിച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയായിരുന്നു പ്രദേശത്ത് ഈ പുലി ഭീതി ഉണ്ടായത്. പിന്നാലെ ഈ കൂടിനോട് ചേർന്ന് സ്ഥാപിച്ച CCTV പരിശോധിക്കുകയും ചെയ്തു. അങ്ങനെ പുലിയുടെ ദൃശ്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ കണ്ട് അത് സ്ഥിരീകരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് വനംവകുപ്പ് കൂട് സ്ഥാപിക്കുകയും പുലിയെ നിലവിൽ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ തുടർ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. റാഗിംഗ് തടയാൻ സംസ്ഥാന സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. സംസ്ഥാനത്തെ റാഗിംഗ് കേസുകളിൽ UGCയെ കക്ഷി ചേർക്കാൻ റാഗിംഗ് കേസുകൾ പരിഗണിക്കാനായി രൂപീകരിച്ച പ്രത്യേക ബെഞ്ച് നിർദ്ദേശം കൊടുത്തു. റാഗിംഗുമായി ബന്ധപ്പെട്ട കേസിൽ കക്ഷി ചേരുമെന്ന് ഇന്ന് രമേശ് ചെന്നിത്തല 24നോട് പറഞ്ഞു.
സംസ്ഥാനത്ത് വിവിധ സ്കൂളുകളിലും കോളേജ് ക്യാമ്പസുകളിലും ക്രൂരമായ റാഗിംഗ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ശക്തമായ നടപടിയുമായി ഹൈക്കോടതി രംഗത്തെത്തിയത്. സംസ്ഥാനത്തെ റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. റാഗിംഗ് വിരുദ്ധ നിയമത്തിന് കീഴിൽ ചട്ടങ്ങൾ രൂപീകരിക്കണം. UGC മാർഗനിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം ചട്ടങ്ങൾ. ഇതിനായി വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. സംസ്ഥാന ജില്ലാ തലങ്ങളിൽ റാഗിംഗ് വിരുദ്ധ സമിതി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശങ്ങൾ നടപ്പാക്കി അറിയിക്കണമെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവുണ്ട്. ഇതിനിടെ ക്ലീൻ ക്യാമ്പസ് പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് രമേശ് ചെന്നിത്തല 24-നോട് പറഞ്ഞു. കേസിൽ നാളെ കക്ഷി ചേരുമെന്നും ചെന്നിത്തല. ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അതുപോലെ ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് എന്നൊരു പദ്ധതി നടപ്പാക്കിയ മുൻ ആഭ്യന്തരമന്ത്രിയാണ് ഞാൻ. എനിക്ക് വലിയ വിഷമമുണ്ട് ഇതെല്ലാം കാണുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ കക്ഷി ചേരാൻ തീരുമാനിച്ചത്. ഇനിയും കേരളത്തിൽ റാഗിംഗ് ഒരിക്കലും ഉണ്ടാകാത്ത നിലയിലുള്ള ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടാകണം. സംസ്ഥാന നിയമസേവന അതോറിറ്റിയുടെ പൊതുതാൽപര്യ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. സംസ്ഥാന നിയമസേവന അതോറിറ്റിയുടെ ഹർജിയിൽ UGCയെയും കക്ഷി ചേർത്തിട്ടുണ്ട്. 24 കൊച്ചി. ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസഡറായി നടി വിദ്യാ ബാലനെ നിയമിച്ചു. ആദ്യമായിട്ടാണ് ഫെഡറൽ ബാങ്ക് ബ്രാൻഡ് അംബാസഡറെ നിയമിക്കുന്നത്. മുംബൈയിൽ നടന്ന ചടങ്ങിൽ ഫെഡറൽ ബാങ്ക് മാനേജിംഗ് ഡയറക്ടറും CEO-യുമായ KVS മണിയൻ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തി. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരുപോലെ പ്രിയങ്കരിയായ നടിയാണ് വിദ്യാ ബാലനെന്ന് ഫെഡറൽ ബാങ്ക് ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ MVS മൂർത്തി അറിയിച്ചു. പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് ഇനി വാൽകൃഷ്ണൻ. CPIMൽ പ്രായപരിധി മാനദണ്ഡത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമാണ് ഇളവ് നൽകിയിട്ടുള്ളത് എന്ന് MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. എന്നാൽ ഒരാൾക്ക് മാത്രമായി ഒരു തീരുമാനം പാർട്ടി എടുക്കാറില്ല എന്ന് EP ജയരാജൻ പറഞ്ഞു. പാർട്ടിയിൽ പ്രായപരിധിയിൽ ഇളവ് ലഭിക്കാൻ ഉള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാമായിരിക്കും? അഫ്സലിന്റെ വാൽകൃഷ്ണൻ. വിപ്ലവ വീര്യം ചോരാത്ത സഖാക്കൾക്ക് ഇപ്പോൾ ഒരു എതിരാളി വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നതല്ല, കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം തൊട്ടിട്ട് ആ എതിരാളി രംഗത്തുണ്ട്. അത് ഒരാൾക്ക് വേണ്ടി എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു ദുർവ്യാഖ്യാനമാണ്. പാർട്ടി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. എന്താന്ന് മനസ്സിലായില്ലേ? പ്രായപരിധി വെച്ചതോടെ പലരും പല കമ്മിറ്റികളിൽ നിന്നും പോരേണ്ടി വരും. പക്ഷെ ഒരാൾക്ക് ഒരളവുണ്ട്. ഇന്ത്യയിലാകെ ഈ ഇളവ് ഇപ്പോൾ ഉള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, അത് സഖാവ് പിണറായിയാണ്. അതെന്താ കാരണം വെച്ചാൽ കേരളത്തിലെ ഇന്ന് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭരണം നടത്തുന്ന ഒരേ ഒരു മുഖ്യമന്ത്രി സഖാവ് പിണറായിയാണ്. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇതെന്നോട് പറഞ്ഞില്ല? ഇത് കേൾക്കുമ്പോൾ പിണറായി വിജയന് പ്രായമാകൂലേ, പിണറായിക്ക് എന്നും ഒരേ പ്രായമായിരിക്കുമോ എന്നൊക്കെ ചോദിക്കണവരുണ്ട്. അങ്ങനെ ചോദിക്കണവരോട് ഞങ്ങൾക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ പാർട്ടിനെ കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. പാർട്ടിയിൽ വളരെ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്ന പല തീരുമാനങ്ങളുമുണ്ട്. അതുകൊണ്ടിത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കേഡർ പാർട്ടി എന്ന് പറയുന്നതും ഈ നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന വ്യാഖ്യാനവും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തതാണ്. ഒരാൾക്ക് മാത്രം അങ്ങനെ ഒരു ഇളവ് കൊടുക്കുന്ന പരിപാടി ഇല്ല എന്നാണ് EP പറയണത്. പക്ഷെ മാഷ് പറയണത് അങ്ങനെയല്ല. കുറച്ചാൾക്കൊന്നുമില്ല, കേരളത്തിലാകെ ഇന്ത്യയിലാകെ ഒരാളുള്ളൂ. പാർട്ടിയിൽ പിണറായിക്ക് പ്രായപരിധി പ്രശ്നമില്ലാത്ത സ്ഥിതിക്ക് അപ്പോൾ മൂന്നാമത് നമ്മൾ ഭരിക്കാൻ വന്നാൽ മുഖ്യമന്ത്രിക്ക് വേറെ ആളെ തപ്പേണ്ട കാര്യമില്ല അല്ലേ? അപ്പോൾ ഒന്നും കൂടെ നമുക്ക് പിണറായിനെ മുഖ്യമന്ത്രി ആക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടൂലേ ബാലേട്ടാ? പിണറായി ഗവൺമെന്റിന്റെ തുടർച്ച ഉണ്ടാവും. അതിനെ സംബന്ധിച്ചൊന്നും ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. എന്നാലും ഇതൊക്കെ ഒരാൾക്ക് മാത്രം ഇങ്ങനെ അനുവദിക്കണ കാണുമ്പോൾ ഇക്കാരണം കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പോകുന്നവർക്കൊക്കെ എത്ര സങ്കടം ഉണ്ടാവും. കാരണം യോഗ്യതയാണല്ല, പ്രായമല്ല തീരുമാനം. അല്ല, എൻ്റെ കാര്യം ഞാൻ പറയുന്നതല്ല. എനിക്കൊരു 10 വർഷം കൂടി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടന്നാലും യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു മാനദണ്ഡം കൊണ്ടുവന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ മാറി. ഞാനതിനെതിരെ അതിന് പരാതി ഒന്നും പറ്റിയിട്ടില്ല. എനിക്കുണ്ട് ക്ലൈം, എനിക്കും ഒരു തവണ മത്സരിക്കണമെന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല സുധാകരേട്ടാ, ഇതൊക്കെ നമ്മൾ ഒരാൾക്ക് മാത്രമേ അനുവദിക്കണുള്ളൂ. ഇന്ത്യയിലാകെ ഈ ഇളവ് ഇപ്പോൾ ഉള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, അത് സഖാവ് പിണറായിയാണ്. അതെന്താ കാരണം വെച്ചാൽ കേരളത്തിലെ ഇന്ന് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭരണം നടത്തുന്ന ഒരേ ഒരു മുഖ്യമന്ത്രി സഖാവ് പിണറായിയാണ്. പക്ഷെ ആ തീരുമാനം ഒരാൾക്ക് ഒറ്റക്ക് മാത്രം ആകരുത് എന്ന് ഒരഭിപ്രായം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. പാർട്ടിയിൽ വളരെ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്ന പല തീരുമാനങ്ങളുമുണ്ട്. അതുകൊണ്ടിത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കേഡർ പാർട്ടി എന്ന് പറയുന്നതും നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന
വ്യാഖ്യാനവും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തതാണ്. ഇതൊക്കെ എങ്ങനെയാണ്? കാരണം ചിലവരൊന്നും ഇല്ലെങ്കിൽ ഈ പാർട്ടി ഇല്ലത്രേ. അപ്പം ചിലവർക്കൊക്കെ ചില ഇളവൊക്കെ ഉണ്ടാകും. അപ്പോൾ പിണറായിയുടെ കൂടി ഭാഗമായിട്ട് പാർട്ടിയെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. പാർട്ടിയെ ചേർത്തുകൊണ്ടാണ് പാർട്ടിയും പിണറായി എല്ലാം ചേർന്നുകൊണ്ട് മുമ്പോട്ടേക്ക് പോവുക എന്നുള്ള സമീപനം തന്നെയാണ് പാർട്ടി സംഘടന. സമത്വം തുല്യതൊക്കെ പാർട്ടിക്ക് പുറത്തുള്ള കാര്യത്തിൽ മതി. അതിലും ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. ലൈം ലൈറ്റിൽ ലൈവായിട്ട് നിൽക്കണം. അപ്പോൾ കൊല്ലത്തെ സമ്മേളനം കഴിഞ്ഞാൽ ഇക്കാരണം കൊണ്ട് ആരൊക്കെ പുറത്തു പോകും, ഇക്കാരണം സമ്മേളനത്തിൽ ചർച്ചയാകോ ഇല്ലേന്നൊക്കെ സമ്മേളനം കഴിഞ്ഞിട്ട് പറയാം. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.